വടക്കാഞ്ചേരി പുഴ സമഗ്ര വികസന പദ്ധതി ഒന്നാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 കോടി രൂപയുടെ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വിലയിരുത്തി. വടക്കാഞ്ചേരി പുഴയുടെ വാഴാനി ഡാം മുതൽ കാഞ്ഞിരക്കോട് വരെ 20 കിലോമീറ്റർ ഭാഗമാണ് 10 കോടി രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. പ്രളയാനന്തരം വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണൽത്തിട്ടകളും പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്യും. 4.28 കിലോമീറ്റർ ദൂരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. നീലിയാറ ചിറ, കല്ലംകുണ്ട് വലിയ പാലം, ചാലിപ്പാടം ചിറ, ചാലക്കൽ ചിറ എന്നീ സ്ഥലങ്ങളിൽ വാക്ക്വേ നിർമ്മിക്കും. മണ്ണാറ, ഭഗവതിത്തോപ്പ്, പന്തൽ കൈനിക്കുഴി, ഉദയനഗർ എന്നീ സ്ഥലങ്ങളിൽ കുളിക്കടവ് നിർമ്മാണം, വടക്കാഞ്ചേരി ശിവക്ഷേത്ര കുളിക്കടവ് പുനരുദ്ധാരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പട്ടിയാംകുന്നിൽ ട്രാക്ടർ വേ നിർമ്മിക്കും. അകമലത്തോടിലെ 3 കിലോമീറ്റർ ഭാഗത്തെ പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും. ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ സമീപ പ്രദേശങ്ങളായ കരുമത്ര, മങ്കര, തെക്കുങ്കര, വടക്കഞ്ചേരി എന്നീ പ്രദേശങ്ങളിലെ ജലദൗർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. സമീപ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ പറഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് അതിവേഗത്തിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് നേരത്തെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും തെക്കുംകര ഗ്രാമപഞ്ചായത്തൊക്കെ തന്നെ പുഴ അളന്ന് കുറ്റിയിട്ടിരുന്നു. ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ പലയിടത്തും അത് കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും അത് അളന്ന് തിട്ടപ്പെടുത്തിയാണ് അതിർത്തി നിർണയിച്ച് ഇപ്പോൾ പ്രവൃത്തി നടന്നു വരുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, KA വിജേഷ്, പൊതുപ്രവർത്തകരായ NK പ്രമോദ് കുമാർ, PN അനിൽകുമാർ എന്നിവർ MLAയോടൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി.